എക്സലൻറ്റ് കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. 50 100 അല്ലെങ്കിൽ അതിലധികമോ ഡയറക്ടറികൾ, അതായത് കമ്പ്യൂട്ടർ ഫോൾഡറുകൾ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു വർക്ക്ഷീറ്റ് നോക്കുക. ഇവിടെ ഏതാണ്ട് 100-ലധികം സിനിമാ താരങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ പേരുകളിലെല്ലാം തന്നെ ഓരോ ഫോൾഡർ വീതം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ M, ക്യാപിറ്റൽ D, സ്പേസ്, ഡബിൾ കോട്ട്സ്. ആദ്യത്തെ സെല്ലിലുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനോജ് ജോഷി, ഡബിൾ കോട്ട്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇതേ പാറ്റേണിൽ താഴെയുള്ള സെല്ലുകളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ഡേറ്റ ടാബിൽ പോവുക. ഫ്ലാഷ് ഫിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള സെല്ലുകളെല്ലാം തന്നെ ഈ ഒരു പാറ്റേണിൽ ഫില്ല് ചെയ്യപ്പെട്ടു. ഇനി ഈ സെല്ലുകൾ കോപ്പി ചെയ്യുക. കോപ്പി. ഏത് ലൊക്കേഷനിലാണോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനിൽ പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. ഈ ഫയലിന് എക്സലൻറ്റ് കാറ്റ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഷീറ്റിൽ നിന്നും കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി ഈ ടെക്സ്റ്റ് ഫയൽ ക്ലോസ് ചെയ്യുക. സേവ്. ഈ ടെക്സ്റ്റ് ഫയലിനെ ഒരു ബാച്ച് ഫയലായിട്ട് മാറ്റുക. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, റീനെയിം. TXT എന്ന എക്സ്റ്റൻഷൻ BAT ആയിട്ട് മോഡിഫൈ ചെയ്യുക. BAT. യെസ്. ഇവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഒരു ബാച്ച് ഫയലായിട്ട് മാറി. ഇനി ഈ ബാച്ച് ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എക്സൽ ഷീറ്റിലുള്ള പേരുകളിലെല്ലാം തന്നെ ഓരോ ഫോൾഡർ വീതം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ കാണുന്ന ഫോൾഡറുകളിൽ ഓരോന്നിലും 3 സബ് ഫോൾഡറുകൾ വീതം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. അതായത് ബയോ, അവാർഡ്സ്, വർക്ക് എന്നിങ്ങനെ 3 സബ് ഫോൾഡറുകൾ വീതം ഈ ഫോൾഡറുകൾ ഓരോന്നിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ M, ക്യാപിറ്റൽ D, സ്പേസ്, ഡബിൾ കോട്ട്സ്, മനോജ് ജോഷി. // ആദ്യത്തെ സബ് ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബയോ, ഡബിൾ കോട്ട്സ്, സ്പേസ്, ആദ്യത്തെ ഡബിൾ കോട്ട്സ് വരെയുള്ള ഭാഗം കോപ്പി ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുക. ബയോ എന്ന വാക്കിന് പകരം രണ്ടാമത്തെ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വർക്ക്. വീണ്ടും കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവാർഡ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഡേറ്റ ടാബിൽ ഫ്ലാഷ് ഫിൽ. താഴെയുള്ള സെല്ലുകളെല്ലാം ആ ഒരു പാറ്റേണിൽ ഫില്ല് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ സെല്ലുകൾ കോപ്പി ചെയ്യുക. കോപ്പി. ഈ ഫോൾഡറുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഈ ബാച്ച് ഫയലിനെ എഡിറ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, എഡിറ്റ്. ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യുക. എക്സൽ ഷീറ്റിൽ നിന്നും നമ്മൾ കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ്. ക്ലോസ്, സേവ്. ഇനി ഈ ബാച്ച് ഫയൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്സൽ ഷീറ്റിലുള്ള എല്ലാ പേരുകളിലും ഓരോ ഫോൾഡർ വീതം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവയിൽ ഓരോന്നിലും
അവാർഡ്സ്, ബയോ, വർക്ക് എന്നിങ്ങനെ 3 സബ് ഫോൾഡറുകൾ വീതം കാണാം. 100-ലധികം കമ്പ്യൂട്ടർ ഫോൾഡറുകൾ അല്ലെങ്കിൽ ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ടെക്നിക്ക് പ്രയോജനപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.